നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഈ വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് അല്ലെ പരിചയപ്പെടുന്നത് പീജിയൺ എന്ന കമ്പനി അവരുടെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഹെൽത്തിഫ്രൈ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് വിളിക്കുന്ന ഡിജിറ്റൽ എയർ ഫ്രയർ. ഈ ഡിജിറ്റൽ എയർ ഫ്രയർ അതായത് നമുക്കറിയാം OTG മൈക്രോവേവ് ഓവൻ ഇതൊക്കെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചാനലിലൂടെ. അതിൻ്റെ ഒരു പിന്മുറക്കാരനായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു എയർ ഫ്രയർ. ഇതും സെയിം ഒരു പ്രക്രിയ, ഒരു മൈക്രോവേവ് ഓവൻ അതല്ലെങ്കിൽ ഒരു OTGയുടെ സെയിം പ്രക്രിയയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡിജിറ്റൽ എയർ ഫ്രയർ അതായത് പീജിയൻ്റെ ഹെൽത്തി ഫ്രയറിൻ്റെ അവർ എടുത്തു പറയുന്നത് നോ ഓയിൽ കുക്കിംഗ് എന്നാണ്. അതായത് ഓയിലില്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഓയിൽ വേണ്ട, പക്ഷേ ഓയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് ഓയിലില്ലാതെ കുക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം, വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് നമുക്കറിയാം. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ജസ്റ്റ് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഓയിലിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് ഈ ഒരു ഉപകരണം നമ്മളെ സഹായിക്കുന്നത്. 360 ഡിഗ്രിയിലുള്ള എയർ സർക്കുലേഷൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് കൺവെൻഷൻ എന്ന് വേണം പറയാം. 360 ഡിഗ്രിയിൽ എയർ സർക്കുലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇത് 4.2 ലിറ്റർ കപ്പാസിറ്റി ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ വ്യാപ്തി വരുന്നുണ്ട്. 4.2 ലിറ്റർ കപ്പാസിറ്റി ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. അതായത് അതും ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ ഒരു കപ്പാസിറ്റി അളവ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ഡോർ, അതൊരു പാത്രം, നോൺ സ്റ്റിക്ക് പാത്രം. അതിൻ്റെ 4.2 ലിറ്റർ കപ്പാസിറ്റിയാണ് അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. 1200 വാട്ട്സാണ്. സാധാരണ ഒരു കറണ്ട് അടുപ്പ് എടുക്കുന്നതിനെക്കാട്ടി എത്രയോ കുറവാണ്. ഒരു ഇസ്തിപ്പെട്ടി എടുക്കുന്ന ഏകദേശം ചാർജ് തന്നെ വരുന്നുണ്ട് തോന്നുന്നു. 1200 വാട്ട്സാണ് വരുന്നത് ഇതിൻ്റെ കറണ്ട് ചാർജ്. അതുപോലെ തന്നെ ആമസോണിൽ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 4190 രൂപയോളം ആമസോണിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ കുറഞ്ഞ വിലയിലും സാധനം മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്കറിയാം ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ ഡീഫ്രോസ്റ്റ്, നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ, അതായത് നമുക്ക് ഐസിൽ ഉള്ള ഫ്രിഡ്ജിൽ ഐസായിരിക്കുന്ന സാധനം നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ റോസ്റ്റിങ് നമുക്ക്, അതുപോലെ തന്നെ ഫ്രൈ, കേക്ക് ബേക്ക് ചെയ്യാൻ എല്ലാം ഇതിനെ കൊണ്ട് കഴിയും. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ റോസ്റ്റിങ്, ഫ്രൈ ചെയ്യാൻ, പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾക്ക് എണ്ണയില്ലാതെ പൊരിച്ചെടുക്കാൻ, ഗ്രില്ല് ചെയ്യാൻ, കേക്ക് ഉണ്ടാക്കാൻ എല്ലാം പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളിങ് വരുന്നത് ഒരു ടച്ച് പാനലാണ്. വളരെ നീറ്റായിട്ടുള്ള ടച്ച് പാനലാണ്. ടച്ച് പാനൽ ടച്ച് ചെയ്ത് നമ്മൾ ഉള്ളോട്ട് വെള്ളം ഇറങ്ങാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റൈലിഷാണ് ആൾ. അപ്പോൾ ടച്ച് പാനലൊക്കെ വെച്ചുമ്പോൾ സ്റ്റൈലിഷാണ്. അതുപോലെ തന്നെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം എന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്ന രൂപകൽപ്പന. സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പെടുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് 2 വർഷം കമ്പനി ഇതിനൊരു വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. 2 വർഷം കമ്പനി അടിപൊളിയായിട്ടൊരു വാറണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് വരെയാണ് പേടിക്കേണ്ട. 2 വർഷം സർവീസ് തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്നു. ഇതിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസുകൾ ഒരുപാടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ചെറിയൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ സമോസ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നുണ്ടാവും. സമോസ ഉണ്ടാക്കാം, പാനിപൂരി, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ മുഫിൻ, കപ്പ് കേക്ക് അതൊക്കെ ഉണ്ടാക്കാം, കേക്കുകൾ ഉണ്ടാക്കാം. ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാം, ഫിഷ് ഗ്രില്ല് ചെയ്യാം, ബീഫ് ഗ്രില്ല് ചെയ്യാം, മട്ടൻ ഗ്രില്ല് ചെയ്യാം, എന്ത് വേണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് പലതരം കേക്കുകളുണ്ട്. ടോസ്റ്റ് ചെയ്യാൻ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ അതിന് പറ്റും. കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുതന്നെ പൂരി ഉണ്ടാക്കാൻ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന, എണ്ണയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാം. പക്ഷേ അതിനകത്ത് എണ്ണ വേണ്ട. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. പപ്പടം പൊരിക്കുമ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കും. പക്ഷേ ഇതിനകത്ത് എണ്ണ വേണ്ട. പപ്പടം പൊരിക്കാൻ, പരിപ്പോട ഉണ്ടാക്കാൻ, പഴംപൊരി ഉണ്ടാക്കാൻ, എന്തിനധികം പറയുന്നു അൽഫാം മുതൽ നമുക്കറിയാം പഴംപൊരി വരെ നമുക്കിനകത്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് തന്നെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് ആ ഒരു എണ്ണയുടെ ടേസ്റ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, എണ്ണയ്ക്ക് വേറെ ടേസ്റ്റ് തന്നെയാണ്, അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എണ്ണ എന്ത് ചെയ്യുക, ബ്രഷ് കൊണ്ട്, ഇതിനൊരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് എണ്ണ എന്ന ആ ഒരു പാചകം ചെയ്യുന്ന പ്രൊഡക്റ്റിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്വാദിഷ്ടമായ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, അതായത് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു പാചകം നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. അതിനകത്ത് നമുക്കറിയാം തൊട്ട് താഴത്ത് കോയിൽ കാണാം. അതിൻ്റെ നേരെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫാൻ കാണാം. കണ്ടല്ലോ, ആ ഫാൻ ഞാൻ തൊട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഫാനാണ് ഈ കാണുന്നത്. അതിൻ്റെ ഫാനാണ് കറങ്ങുന്നത്. ആ ഫാന് കറങ്ങുന്നു. തൊട്ട് താഴത്ത് അതിൻ്റെ കോയിലാണ്. ആ കോയിൽ നല്ലോണം ചുട്ടുപഴുക്കുന്നു. അത് കോയിലാണ്. ആ ചുട്ടുപഴുത്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ഫാനിൽ നിന്നും കാറ്റ് ഈ കോയിലിലെ ചുട്ടുപഴുത്ത വായുവിൽ തട്ടി ആ വായു തൊട്ട് താഴത്താണ് നമ്മൾ ഈ പാത്രം വെക്കുന്നത്. ബേക്ക് ചെയ്യേണ്ട പാത്രം വെക്കുന്നത് തൊട്ട് താഴത്താണ്. അതിലേക്ക് തട്ടുമ്പോൾ ആ പാത്രത്തിൻ്റെ ഉൾവശം നല്ലപോലെ ഒരു എരി ആയിട്ട് മൊരിഞ്ഞ് ചൂടായി ഫ്രഷായി പാചകമാകുന്ന ഒരു അടിപൊളി പ്രക്രിയ തന്നെ കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ട്രേ കാണാം. ആ ട്രേയിലാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് നമ്മൾ എണ്ണ തൂത്ത് വെക്കേണ്ടത്. ജസ്റ്റ് ആയിട്ട് ഈ ഡോർ ഇങ്ങനെ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇത്ര ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, അതപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം ഓടാൻ. അതിൻ്റെ ഉള്ളിൽ ചെറിയ നോബ് നിങ്ങൾക്ക് കാണാം. അതായത് ഈ പാത്രം ഊരിയാലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിസ്റ്റം ഓഫ് ആകുകയും പാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓണാകുകയും ചെയ്യും. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാത്രം എല്ലാം വലിച്ചൂരാണെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒന്നാകുകയും എന്ത് ചെയ്യും, ഓഫ് ആകുന്നതിന് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആ ഡോറിൽ കയറുന്ന ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പോർഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ആദ്യം ചൂട് സെറ്റ് ചെയ്യുന്നു, പിന്നെ ടൈം സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഓരോന്നിനും ഇവർ തന്നെ ഇമ്പിൾട്ടായിട്ട് കുറേ ഓപ്ഷനുകൾ വെച്ചിട്ടുണ്ട്. കപ്പ് കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും അതിൽ ഗ്രില്ലാണെങ്കിലും പുഴുങ്ങാനാണെങ്കിലും അങ്ങനെ പല ഐറ്റംസിലായിട്ട് ഇവർ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഒന്നേ പറയുള്ളൂ, നിങ്ങൾക്കൊരു ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അത് വേവാൻ എത്ര ചൂട് വേണം, എത്ര ഡിഗ്രി ചൂട്, അതിന് മാക്സിമം ചൂടും നോർമൽ ചൂടും ഞാനത് കാണിക്കുന്നുണ്ട്. എത്ര ചൂട് വേണമെന്ന് അറിയാം, അതുപോലെ തന്നെ എത്ര ടൈം കൊണ്ട് ഇത് പാചകമാകുമെന്ന് അറിയാം. അപ്പോൾ ഒരുപാട് ടൈം നോക്കരുത്. ഒരു പഴംപൊരി ആണെങ്കിൽ അല്ലെങ്കിൽ കേക്കാണെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇത്ര ഡിഗ്രിയിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് പാചകമാകുന്നുള്ള അറിവ് നമ്മൾ മുൻകൂട്ടി വെക്കണം. എങ്കിൽ അതിന് ഏത് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ നമുക്കറിയാം. ഈ ഒരു യൂട്യൂബിൽ ഒരുപാടായിട്ട് കാണാം. പല പേരും ഇതിൽ പല പാചകങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിൽ വെക്കുക, എന്നിട്ട് മെയിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ടൈം സെറ്റ് ചെയ്യണം. നമുക്കറിയാം നോർമലായിട്ട് ടൈം സെറ്റ് ചെയ്യുന്ന രൂപമാണ് ഇപ്പോൾ കാണുന്നത്. ചൂട് കുറയ്ക്കുന്ന രൂപമാണ് ഇപ്പോൾ കാണുന്നത്. 150 ഡിഗ്രി 140 ഡിഗ്രി ഒക്കെ ആയിട്ട് ചൂട് കുറയുന്നു. 80 ഡിഗ്രി ലാസ്റ്റ്, അതിനപ്പുറത്തേക്ക് ചൂട് കുറയില്ല. വീണ്ടും ഓണാക്കുന്നു. ഇപ്പോഴാണ് ഇത് ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ആ 80 ഡിഗ്രിയിൽ കോയിൽ ചൂടാണ്. ഇപ്പോൾ ഓഫായി. ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്തപ്പോൾ അത് ഓഫായിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള മെനു സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഏത് മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. മെനു മൂഡ് ചേഞ്ച് ചെയ്യാൻ, അതായത് പല മൂഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, മൂഡ് ചേഞ്ച് ചെയ്യാൻ ഭാഗമായിട്ട് അതിൻ്റെ ടൈം ഒന്ന് കുറച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ കുറച്ച് അത്രയേ ഉള്ളൂ, 80 ഡിഗ്രി താഴത്തേക്ക് പോവില്ല. വീണ്ടും ഞാൻ അതിൻ്റെ മോള് നോക്കുകയാണെങ്കിൽ മൂഡ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് ചേഞ്ച് ആവുന്ന മോള് നോക്കിയാൽ കാണാൻ മനസ്സിലാവും. ഉണ്ടോ, ഞാൻ മോഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഓരോന്നായിട്ട് ചേഞ്ച് ആയി വരുന്ന കാണാൻ കഴിയും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് വലിച്ചു വിടുമ്പോൾ നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഓഫ് ആവുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇത് ചൂടാകുന്നുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ട്, പക്ഷേ എങ്കിലും വലിയ മാറ്റങ്ങളൊന്നും അതിനകത്ത് കാണാനില്ല. ബോഡി ടച്ച് ചെയ്ത് നോക്കി ചൂടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ഈ ഒരു ട്രേ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്ത് അത് ലോക്കാവുന്ന മാത്രമേ നമ്മളറിയാം ഓൾറെഡി പ്ലഗ്ഡ് ആണ് ഈ സാധനം. ഓണാവുന്ന നോക്കിക്കോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം. ഇപ്പോൾ പവർ ബട്ടൺ മാത്രം ബ്ലിങ്ക് ആവാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടി ഓൺ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലിങ്കായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഏത് മൂഡിലേക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്നുള്ള മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ബ്ലിങ്കിൻ്റെ ഭാഗത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് വർക്കിംഗ് ആയി, അതിൻ്റെ ഉള്ളിൽ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഓഫ് ആയിട്ടുണ്ട്. ഈ പവർ ബട്ടൺ ബ്ലിങ്കായി നിൽക്കുമ്പോൾ അത് ഓഫിലാണ്, ശരിക്കും ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ മൂഡ് ചേഞ്ച് ചെയ്ത് വീണ്ടും ഞാൻ വെച്ചു, ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പവർ ബട്ടൻ്റെ ആ ഒരു സിമ്പിൾ ബ്ലിങ്കായി കളിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല. നമുക്ക് മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം തരികയാണ് സിസ്റ്റം. നമ്മളിഷ്ടമുള്ള ഒരു മോഡിൽ സെറ്റ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ടൈം സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മോഡിൽ അവർ പറയുന്ന ഏതെങ്കിലും ഗ്രില്ല് ഓപ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ മോഡ് മാറ്റി ചെക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വർക്ക് ആകുകയാണ് ചെയ്യുക. ഇപ്പോൾ അത് വർക്ക് ആകുന്നുണ്ട്, കാരണം അത് പവർ ബട്ടൺ ബ്ലിങ്ക് ആകുന്നില്ല. ഇപ്പോൾ അത് വർക്ക് ആകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇത് സിമ്പിളാണ്, മെത്തേഡ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ആ പവർ ബട്ടൺ ബ്ലിങ്ക് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളാണ്. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ വേറൊരു പുത്തൻ ചിന്തയായിട്ട് നമുക്ക് വീണ്ടും എത്താം. അതുകൊണ്ട് ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കി എന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.